അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്നലെ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും പിന്നെ ഇതിൻ്റെ ഒരു ഡയറക്ടറി സ്ട്രക്ചർ, അതായത് ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നോക്കേണ്ടത് ജസ്റ്റ് ഒരു ഹലോ വേൾഡ് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ കുറച്ച് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഇന്നലെ കാണിച്ചതാണ്. ഹലോ വേൾഡ് ജസ്റ്റ് ഇവിടെ നമുക്കിപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്കൊന്ന് ഹലോ വേൾഡ് എന്ന് കൊടുത്തു നോക്കാം. ഹലോ വേൾഡ് എന്ന് കൊടുത്ത് നമ്മുടെ ബ്രൗസറിൽ പോയി നോക്കിയാൽ ഹലോ വേൾഡ് കാണിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിലേക്കുള്ള ലിങ്ക് അവൈലബിൾ ആണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിലേക്കുള്ള ലിങ്ക് കിട്ടും. അപ്പോൾ ഇത് വെച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. നമുക്കങ്ങനെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ വെച്ച് പോകാനുള്ള ടൈമില്ല. അപ്പോൾ അത് കാരണം നമുക്ക് എല്ലാ ടോപ്പിക്കും പെട്ടെന്ന് കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്സ് അല്ല, കമ്പോണൻസ് ലേൺ ചെയ്യാം. ഓക്കെ, ലേൺ കമ്പോണൻസ്. ആക്ച്വലി നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു കമ്പോണൻ്റ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുന്നുണ്ടാവും, ഇതിലിപ്പോൾ ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഇങ്ങനെ ഒരു കമ്പോണൻ്റ് ആയി. ഇങ്ങനെ എഴുതി വെക്കുന്നതാണ് ആക്ച്വലി ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ ഒരു റാപ്പ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്തത് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായി, ഇത് ആക്ച്വലി ഒരു കമ്പോണൻ്റ് ആണ്. ആ കമ്പോണൻ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നതിന്. ഇതിൻ്റെ രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഇത് കണ്ടില്ലേ, രണ്ടെണ്ണം വന്ന് ഡ്യൂപ്ലിക്കേറ്റ് വന്ന്. ഓക്കെ, വേറെന്തോ പറഞ്ഞാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു പേജ് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതിൽ വേറെയും കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഏരിയ ഈ ഒരു ഏരിയയാണ്. ഓക്കെ, ജസ്റ്റ് കാണിച്ചു എന്നുള്ളൊരു, അത് ഈ പേജ് ഇറ്റ്സെൽഫ് എന്താണ് ഒരു കമ്പോണൻ്റ് ആണ് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു കമ്പോണൻ്റ് ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇത് ആക്ച്വലി എന്താണ്, ഒരു ഫങ്ഷണൽ കമ്പോണൻ്റ് ആണ്. ഓക്കെ, ആ ഫങ്ഷണൽ കമ്പോണൻ്റ് എഴുതുന്നത് ഇങ്ങനെയാണ്. ആ ഫങ്ഷൻ എന്നുള്ളൊരു കീവേഡ് കൊടുക്കും, എന്താണോ കമ്പോണൻ്റ് കൊടുക്കേണ്ട പേര്, പിന്നെ അതിനകത്ത് എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു റിട്ടേൺ കൊടുക്കുന്നുണ്ട്. ആ റിട്ടേൺ എന്തായിരിക്കും, ഒരു HTML ആയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. ഐ മീൻ ഒരു HTML എന്ന് പറയാൻ പറ്റില്ല, ഇതെന്താണ് ഒരു ഓക്കെ ES6 എന്ന് പറഞ്ഞിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനിലുള്ളൊരു ഔട്ട്പുട്ടാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, നമുക്കിനി നമ്മുടെ ഒരു ഓൺ കമ്പോണൻ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു ഫങ്ഷൻ കമ്പോണൻ്റ് ക്രിയേറ്റ് ചെയ്യാണ്. കമ്പോണൻ്റ് ആക്ച്വലി രണ്ട് ടൈപ്പ് ഉണ്ട്, ക്ലാസ് കമ്പോണൻ്റും ഉണ്ട്, ഫങ്ഷൻ കമ്പോണൻ്റും ഉണ്ട്. നമുക്കിപ്പോൾ ഫങ്ഷൻ കമ്പോണൻ്റ് ഫോക്കസ് ചെയ്യുക. ക്ലാസ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ കവർ ചെയ്യുന്നില്ല. ആദ്യം നമുക്ക് ഫങ്ഷൻ കമ്പോണൻ്റ് കവർ ചെയ്യാം. അപ്പോൾ അത് എഴുതുന്ന രീതി നിങ്ങൾ നോക്കുക. ഫങ്ഷൻ കമ്പോണൻ്റ് ഒരു പേരും എന്താ കൊടുക്കുക, നല്ലൊരു എന്താണ്, ഓക്കെ ബ്ലോക്ക് കൊടുക്കുക. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബ്ലോക്ക് എന്നുള്ള രീതിയിൽ അതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ദിസ് ഈസ് എ ബ്ലോക്ക് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ബ്ലോക്കിനെ ഞാൻ എന്ത് ചെയ്ത് നമുക്ക് നമ്മളെ റിയാക്റ്റിൽ റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ റിട്ടേൺ ചെയ്യുന്നത് ഒരിക്കലും മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടാകാൻ പാടില്ല, ഒരൊറ്റ എലമെന്റ് മാത്രമേ റിട്ടേൺ ചെയ്യാൻ പാടുള്ളൂ. അത് ഇതിൻ്റെ ഒരു റൂളാണ്. എന്ന് വെച്ചാൽ ഇത് ഇതുപോലെ കോപ്പി ചെയ്തിട്ട്
ഇങ്ങനെ പേസ്റ്റ് ചെയ്യരുത് എന്നർത്ഥം. ഇപ്പം എന്തായി, ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം ഇവിടെ ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു, പിന്നെ രണ്ടാമത്തത് ഒരെണ്ണം ഇവിടെ ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ എപ്പോഴും ഒരു എലമെന്റ് മാത്രമേ റിട്ടേൺ ചെയ്യാൻ പാടുള്ളൂ. ആ എലമെന്റിന്റെ ഉള്ളിൽ എന്തുണ്ട് എന്നുള്ളതല്ല കാര്യം, പക്ഷെ പുറത്ത് ഒരെണ്ണം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു പാരന്റ് റിട്ടേൺ ചെയ്യാൻ പാടുള്ളൂ, മൾട്ടിപ്പിൾ പാരന്റ് റിട്ടേൺ ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് അതിൻ്റെ ഒരു റൂളാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതണം, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി നമ്മൾ ബ്ലോക്ക് പറഞ്ഞൊരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബ്ലോക്ക് പറഞ്ഞ കമ്പോണന്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതിനകത്താണ് ചെയ്യുന്നത്, പുറത്തല്ല. പുറത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എറർ വരും. അപ്പോൾ അതിനകത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് വർക്കായിട്ടില്ല. ഓക്കെ, അതിന് നമ്മളത് വരണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എന്തോ ഒരു കേസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. റിയാക്ട് ഫങ്ഷണൽ കമ്പോണന്റ്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ പോയതാണോ? ഡൗട്ട് വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പോണന്റ് എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ വെച്ച് കൊടുക്കണം. ഇത് വേറെ എന്തോ ഒരു എററാണ്, നമ്മളിപ്പോൾ കോഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടതല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കമ്പോണന്റ് എഴുതിയപ്പോൾ നമ്മൾ ക്യാമൽ കേസ് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇഷ്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ കൊടുത്തപ്പോൾ കമ്പൈൽഡ് സക്സസ്ഫുള്ളി സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ താഴെ വന്നിട്ടുണ്ട്, ദിസ് ഈസ് എ ബ്ലോക്ക് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ കമ്പോണന്റ് സെയിം കമ്പോണന്റിനെ റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ബിഗിനിങ്ങിലും കൊണ്ടുപോയിട്ട് സേവ് ചെയ്തു. ഇവിടെ ടോപ്പിലും വന്നിട്ടുണ്ട്, താഴെയും വന്നിട്ടുണ്ട്, മുകളിലും വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എന്ത് ആക്ച്വലി കമ്പോണന്റ് റീയൂസ് ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും അത് കൊടുത്തിട്ട് റീയൂസ് ചെയ്യാവുന്നതാണ്.
ഇതിനകത്ത് വന്നപ്പോൾ അതിൻ്റെ സ്റ്റൈലിങ്ങും മാറിയിട്ടുണ്ട്. കാരണം എന്താണ്, അതിനകത്ത് ക്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിനൊക്കെ കറസ്പോണ്ടിങ് സ്റ്റൈൽസ് CSSൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇതിൻ്റെ ബിഹേവിയർ മാറിയത്, അതായത് സ്റ്റൈലിംഗ് ഒക്കെ മാറിയത്. അതൊക്കെ നമുക്ക് ഒഴിവാക്കുക. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് അവർ തന്നതാണ്, അതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ള CSS ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വർക്കാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കമ്പോണൻ്റ് ഏകദേശം ഒരു ഐഡിയ കിട്ടി വിചാരിക്കുന്നുണ്ട്. വൺ ടൈം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ആ ചേഞ്ചസ് അവിടെ വരും, നമ്മുടെ ഔട്ട്പുട്ടിൽ ആ ചേഞ്ചസ് കാണിക്കും. This is a block, 8 changes has been made. ഓക്കെ, ഇവിടെയും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. ഏതോ ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എന്തോ ഇഷ്യൂ എന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല, ഇത് നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സംഭവമല്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കമ്പോണൻറ്റിലേക്ക് ഡാറ്റ പാസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഫംഗ്ഷനിലേക്ക് എന്ത് പാസ് ചെയ്യാറുണ്ട്, പാരാംസ് പാസ് ചെയ്യാറുണ്ട് അല്ലേ. അതുപോലെ നമുക്ക് ഈ കമ്പോണൻറ്റിലേക്കും ഡാറ്റ പാസ് ചെയ്യാം. അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് പറയുന്ന പേരാണ് പ്രോപ്സ് എന്ന് പറയും. ഓക്കെ, ഒരു ഡാറ്റ എവിടേക്ക് കമ്പോണൻറ്റിൽ അകത്തോട്ട് പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് പ്രോബ് ചെയ്യുക എന്നൊക്കെയാണ് പറയാം. ആക്ച്വലി അത് നമുക്ക് കാണുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആയിരിക്കും. ഒരു ആട്രിബ്യൂട്ട് ഉണ്ടാവും, അതിനൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്സ് എന്ന് കൊടുക്കാം. വേറെ എന്ത് പേര് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്ക് ആ ജനറൽ ടൈം യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. പ്രോപ്സ് കൊടുക്കാം. ഇവിടെ നമുക്ക് പ്രോബായിട്ട് പാസ് ചെയ്യേണ്ടത് സപ്പോസ് മെസ്സേജ് ആണെന്ന് വിചാരിക്കാം. മെസ്സേജ് ഈക്വൽ ടു, ഇതിൽ എഴുതുന്ന രീതിക്കൊക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് ഇതൊന്നും പ്രത്യേകം എടുത്ത് പറയേണ്ട, നമുക്ക് കുറേയൊക്കെ ജാവാസ്ക്രിപ്റ്റ് പഠിച്ച നോളജ് വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നുള്ളൂ. ദിസ് ഈസ് എ പ്രോബ്. ഓക്കെ, ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോബ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഡാറ്റ എന്താ കൊടുത്താൽ ദിസ് ഈസ് എ പ്രോബ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രോബിലുള്ള വാല്യൂ എങ്ങനെ ഇവിടെ യൂസ് ചെയ്യാന്നുള്ളത്, നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതുപോലെ കേർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് പ്രോബ്സ് ഡോട്ട് മെസ്സേജ് എന്ന് കൊടുക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ ഇതിന് വന്നിട്ടുള്ള പ്രോപ്സിനകത്തുള്ള വാല്യൂവിൽ മെസ്സേജ് പറഞ്ഞ ഇതിൽ എന്താ സ്റ്റോർ ചെയ്തിട്ടുള്ളത് നോക്കിയിട്ട് അതിവിടെ വരും. ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ദിസ് ഈസ് എ, ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ. ഓക്കെ, ദിസ് ഈസ് എ ബ്ലോക്ക്, 8 ചേഞ്ചസ് ഹാസ് ബീൻ മെയ്ഡ്, ദിസ് ഈസ് എ പ്രോബ്. ഈ ദിസ് ഈസ് എ പ്രോബ് എന്ന് പറയുന്നത് എവിടുന്ന് വന്നതാണ്, ഇവിടുന്ന് വന്നിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇത് ആവശ്യമില്ല, ഇത് കളഞ്ഞിട്ട്, നിങ്ങൾ ടെർണറി ഓപ്പറേറ്റർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ടെർണറി ഓപ്പറേറ്റർ നമ്മുടെ ഒക്കെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക്സ് ആണ്. നിങ്ങൾ കവർ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. അതായത് ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് മെസ്സേജിനകത്ത് കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വർക്ക് ആവണം എന്നുള്ളൊരു കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ ഇഫ് എൽസിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഇഫ് പ്രോപ്സ് ഡോട്ട് മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺസോൾ ചെയ്യാം, എൽസ് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കൺസോൾ ചെയ്യാം. അതുപോലെ തന്നെ പ്രോപ്സ് ഡോട്ട് മെസ്സേജ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം, എന്നിട്ട് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്സ് ഡോട്ട് മെസ്സേജ് തന്നെ വരിക. അതല്ല എന്നുണ്ടെങ്കിൽ നോ പ്രോപ്സ് പാസ്ഡ്. എന്താ സംഭവിക്കുന്നത്, പ്രോപ്സ് ഡോട്ട് മെസ്സേജ് ഉണ്ടോ എന്ന് നോക്കുകയാണിത്.
ഓക്കെ, ഇതിനർത്ഥം എന്താ, 0 1 മാത്രമേ ഇവിടെ എടുക്കുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വാല്യൂ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഒരു ബ്ലോക്ക് വർക്കാവും. അതില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്ക് വർക്കാവും. ഒരു നോർമൽ ഇഫ് എൽസ് എഴുതുന്ന പോലെ തന്നെയാണ് നമുക്കൊരു സിംഗിൾ ലൈനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ടെർണറി ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദിസ് ഈസ് എ പ്രോപ്പ്. ഇവിടെ നോ പ്രോപ്സ് ഡോട്ട് മെസ്സേജ് പാസ്ഡ്, ഇവിടെയും നോ പ്രോപ്സ് ഡോട്ട് മെസ്സേജ് പാസ്ഡ്. ഇതിന് എന്ത് മനസ്സിലാക്കാം, നമ്മൾ പാസ് ചെയ്യുന്നത് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വരും, അതില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അത് വരും. ഇങ്ങനെ നമുക്ക് കമ്പോണൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് നല്ലൊരു വൃത്തിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കമ്പോണൻറ്റ് ഉണ്ടാക്കുകയല്ല ചെയ്യുക. ഇതിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ കമ്പോണൻസ് വരും, പിന്നീട് വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഒരു നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യും. അപ്പം അതിന് ഓരോന്നിനും ഓരോ സ്ട്രക്ചറൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ബെസ്റ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടെത്തിയിട്ട് ആ ഒരു പാറ്റേൺ കീപ്പ് ചെയ്യുക. മേ ബി ഞാൻ പറഞ്ഞു തരുന്നതാവല്ല ബെറ്റർ. അപ്പോൾ തൽക്കാലം എങ്ങനെ ഒരു സെപ്പറേറ്റ് ആക്കി വെക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സപ്പോസ് കമ്പോണൻസ് കമ്പോണൻസ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, block.js. കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു രീതിയാണിത്. block.js എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ എക്സ്റ്റൻഷൻ എന്താണ്, ജാവാസ്ക്രിപ്റ്റ് ആണ്. ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതായത് RFCE, അതായത് റിയാക്ട് ഫങ്ഷണൽ എക്സ്പോർട്ട് കമ്പോണൻറ്റ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയലിൻ്റെ നെയിമിനനുസരിച്ച് ഒരു കമ്പോണൻറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തരും. അതായത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് തന്നു. നമുക്കിനി ഇവിടെ അഡീഷണൽ പണികളൊന്നുമില്ല, സ്ട്രക്ചറൊക്കെ കറക്റ്റ് ആയിരിക്കും. ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് അതിനകത്ത് വരുത്തിയാൽ മതി. ഓക്കെ, നമുക്ക് എന്തായിരുന്നു നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, പ്രോപ്സ് ഡോട്ട് മെസ്സേജ് ഉണ്ടെങ്കിൽ അതില്ലെങ്കിൽ നോർമൽ മെസ്സേജ് വരിക എന്നുള്ളതായിരുന്നു. അത് ഞാനിവിടെ കൊടുക്കുകയാണ്. ഇവിടെ പ്രോപ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. അപ്പം അതെന്തായി, നമ്മുടെ ബ്ലോക്ക് കമ്പോണൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അതിനെ ഇതിലോട്ട് ആഡ് ചെയ്യുന്ന രീതി എങ്ങനെ നോക്കാം. നമുക്കിനി ഇതിവിടെ വേണ്ട. നമ്മൾ VS കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇത് ഓട്ടോമാറ്റിക് ഡിക്റ്റേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, അൺഡിഫൈൻഡ് ആണ്, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. അപ്പോൾ നമുക്കത് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനടുത്ത് കൊണ്ടുപോയിട്ട് കൺട്രോൾ സ്പേസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, കമ്പോണൻസ് പറഞ്ഞ ഫോൾഡർ, ഈ കറൻറ്റ് ഡയറക്ടറിയിൽ നിന്ന് അതാണ് .സ്റ്റാർ, അവിടുന്ന് കമ്പോണൻസ് എന്നുള്ള ഫോൾഡറിനകത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ, അതാണ് ബ്ലോക്ക് എന്നുള്ള രീതിയിൽ VS കോഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഉദ്ദേശിച്ച കമ്പോണൻറ്റ് അത് തന്നെയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യും. ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇമ്പോർട്ട് ബ്ലോക്ക് ഫ്രം .component/block. ഇപ്പോൾ ആ ബ്ലോക്ക് എന്നുള്ള ഒരു ഫോൾഡറിനകത്തുള്ള ബ്ലോക്ക് എന്ന് പറഞ്ഞ കമ്പോണൻറ്റിനെ നമ്മുടെ പേജിലോട്ട് എന്ത് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത്. ഇനി ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആ ബ്ലോക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കമ്പോണൻറ്റ്. എങ്ങനെയാണ് കമ്പോണൻറ്റ് റീയൂസ് ചെയ്യുക, അവിടുന്ന് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കമ്പോണൻറ്റിനകത്തോട്ട് പ്രോപ്സ് പാസ് ചെയ്യുക, അതായത് വാല്യൂസ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്യുക. അവിടെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നോളും. അതല്ല നമുക്ക് എന്താണ് ലോജിക് അപ്ലൈ എന്ന് വെച്ചാൽ ആ ലോജിക് അപ്ലൈ ചെയ്യും. ഇത് ജസ്റ്റ് പ്രിന്റ് ചെയ്തു. ഇൻ കേസ് പ്രോപ്പ് പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോപ്സ് ഡോട്ട് മെസ്സേജ് പാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ലോജിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമ്പോണൻസ് ഏകദേശം ഓക്കെ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റേറ്റ് കവർ ചെയ്യാണ്ട്. സ്റ്റേറ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ കമ്പോണൻ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് മെയിൻ ടോപ്പിക്ക് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും.
പിന്നെ ഈ കാണുന്നതൊക്കെ ഡിസൈനിങ് ആണ്, അത് റിയാക്റ്റുമായിട്ട് ബന്ധമൊന്നുമില്ല. എന്താണ് ഓൾറെഡി നമ്മൾ HTML പഠിച്ചിട്ടുള്ള ആ സെയിം സ്ട്രക്ചർ തന്നെയാണ്, സെയിം സംഭവം തന്നെയാണ്. ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്, ആ ഡിഫറൻസിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്.